പാമ്പോ അങ്ങോട്ട് വാങ്ങേ എന്താടി പറഞ്ഞത് നോക്കണ്ടത് എന്റെ ദൈവമേ ഈ ജെല്ലാണ് തുറന്നിട്ടത് ഓ ഈ ചൂട് കാലത്താണെങ്കിൽ കറണ്ട് പോക്കന്നെ പണി എന്നാൽ നീ ജൊല്ല് തുറന്നിട്ടല്ലേ വീശി കൊടുത്താൽ മതി നീ പോയിട്ട് ഒരു വടി എടുത്തുവാ ഞാൻ മാറി ചിലപ്പോ അതിന്റെ ഉള്ളിലേക്ക് പോകും വേഗം വാ ശ്രദ്ധിക്കണേ ഞാൻ പോരാ ദൈവമേ എടോ ഒന്ന് സൂക്ഷിക്കേ ബാംഗ്ലൂർ ജോലി ചെയ്തിട്ട് ഒരു സമാധാനം ഇല്ലാട്ട് ഇങ്ങോട്ട് വന്നത് ന്യൂസ് നോക്കുമ്പോ എപ്പോഴും പാമ്പ് പാമ്പ് എന്നല്ലേ ഇപ്പൊ നിങ്ങൾ രണ്ടാളിട്ട് എനിക്ക് എന്തോ ബാധിരൊന്നും വരാൻ തോന്നി അല്ലെങ്കിലോ നിന്നോട് 100 പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞാലേ എത്ര പുല്ല് അവിടെ ഇതൊക്കെ വെട്ടാൻ വേണ്ടി ആളെ വിട്ടോട് നിനക്ക് എന്നേട്ടാ ഞാൻ കുറെ ദിവസമായി നോക്കി നടക്കുന്നുണ്ട് പിന്നെ ആളെ കിട്ടണ്ടേ എടാ ഈ പാമ്പ് ഒരിക്കലും നമ്മളെ തേടിയല്ല നമ്മളായിട്ട് തന്നെ അതിനെ വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് പാമ്പ് പാമ്പ് വേണ്ട നിലവിളിച്ചിട്ട് കാര്യമില്ല അതിന് ഞാൻ എന്താക്കിന്നേട്ടൻ പറയുന്നത് എടോ പാമ്പ് വരാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ അത് എലിനെ പിടിക്കാൻ വേണ്ടി വരിക നീ ആ തെങ്ങിന്റെ ചോട്ടിലല്ലേ ഫുഡ് വേസ്റ്റ് ഇട്ടത് അത് തിന്നാൻ വേണ്ടി എലി വരില്ലേ അപ്പൊ അതിനെ പിടിക്കാനല്ലേ പാമ്പ് വരിക ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾക്ക് ആർക്കും എടാ അതൊക്കെ വൃത്തിയായിട്ട് ഒരു കുഴി കൂടി എന്തെങ്കിലും ചെയ്തുകൂടെ നമ്മുടെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് കവർ എടുക്കാനുള്ള സംവിധാനമൊക്കെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അതിനെയും വിമർശിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകാൻ വരും ഒന്നിനെ നമ്മുടെ നാട്ടിൽ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടി ഗവൺമെന്റ് അതിനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നാട്ടുകാർ വീട്ടുകാരെ കൂടി ചെയ്യ് അല്ലെങ്കിൽ പാമ്പ് വരും അതും ശരിയല്ലേ എന്നാലും ഞാൻ കിച്ചണിന്ന് പുറത്തിറങ്ങാൻ പഠിച്ചിട്ടേ രാത്രി അവിടെ തന്നെ അങ്ങോട്ട് എറിഞ്ഞതായിരുന്നു ഞാൻ 2-3 ദിവസം മുമ്പ് അവിടെ പാമ്പ് കണ്ടിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ ശ്രദ്ധിക്കാട്ടാ നമ്മൾ ശ്രദ്ധിച്ചാലേ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വരില്ല ഈ അടുത്തായിട്ട് എത്ര ആൾക്കാരുടെ പാമ്പ് പിടിച്ച് മരിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളാ ആലോചിക്കുമ്പോഴ സങ്കടം എടാ നമ്മുടെ അശ്രദ്ധ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് നീ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നോക്ക് എത്ര പുല്ലാന്ന് എടാ ഭയങ്കര ചൂടുള്ള സമയമല്ലേ ഈ പുല്ലിൽ ഒന്നും കിടക്കില്ലേ പാമ്പ് ആദ്യം ഇതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കട്ടെ നീ പറഞ്ഞു എവിടെ വെച്ച് അതാ പോർച്ചിലുണ്ട് ഞാൻ എടുത്തിട്ട് വരാം കുഞ്ഞിരിക്കണേ എന്റെ അമ്മ ഇത് അടച്ചിട്ടില്ല അല്ലേ അയ്യോ സന്ധ്യ 2 ദിവസം മുമ്പേ ഏതോ ഒരു വീട്ടിൽ വാഷ്റൂമിൽ പാമ്പ് കയറി അവന്റെ വാർത്ത കേട്ടില്ലേ എന്താ കാരണം എന്നറിയോ ഇവിടെ നല്ല തണുപ്പല്ലേ അതുകൊണ്ട് പാമ്പ് ഈ പൈപ്പിനുള്ളിൽ കൂടെ കയറിയിട്ട് നേരെ വാഷ്റൂമിൽ കയറിയ എത്ര സംഭവിച്ചെന്ന് അറിയോ അങ്ങനെ ആദ്യല്ലേ ഇതിനൊന്നും കടക്കാത്ത രീതിയിൽ നെറ്റ് പോലത്തെ സാധനം കൊണ്ടൊന്ന് അടച്ചു കളയണം അതിപ്പോ ഇപ്പൊ തന്നെ ചെയ്യണം എന്ത് നെറ്റാ എടാ അത് നമ്മളെ അവിടെ എയർ ഹോൾസ് അടച്ചില്ലേ നോക്ക് കണ്ട എയർ ഹോൾസ് അടച്ചത് അതുപോലെ തന്നെ നെറ്റും കൊണ്ടേ ഈ പൈപ്പൊക്കെ അടയ്ക്കണം ചില വീടുകളൊന്നും എയർ ഹോൾസ് അടച്ചിട്ടേ ഉണ്ടാവില്ല അവിടേക്ക് എന്താ സംഭവിക്കാന്നറിയോ ഇതുപോലെ വാഴയും മുറിയും മരങ്ങളൊക്കെ നേരെ വീടിന്റെ അടുത്തേക്ക് ചാടി നിൽക്കുക അപ്പൊ അതിലൂടെ പാമ്പ് കയറിയിട്ട് അകത്ത് കിടക്കില്ലേ അത്ര ഡേഞ്ചറാന്നറിയോ ആദ്യം അതൊക്കെ അടയ്ക്കണം ഈ ജീവനക്കാരും വലുതല്ലല്ലോ മരങ്ങളൊന്നും അത് വെട്ടി മുറിച്ചാലും കുഴപ്പമില്ല അല്ലടോ എന്താ ഈ വിറകും ഇതൊക്കെ ഓലയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതിലൊക്കെ വന്ന് പാമ്പ് കിടക്കില്ലേ അതേട്ടാ ഈ ഇടയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നം വന്നപ്പോഴേ ആ വീണതൊക്കെ ആ സൈഡ് കൂട്ടിയിട്ടതാ ഇടയ്ക്ക് കത്തിക്കാലോ പറഞ്ഞിട്ട് എന്നിട്ട് നീ കത്തിക്കലുണ്ടാ എടാ അതിനെല്ലാം ഇൻഡക്ഷൻ കുക്കർ മേടിച്ചത് ഇക്കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടുകളിൽ അടുപ്പ് ഊതി കത്തിക്കുന്നത് വളരെ കുറവല്ലേ എന്നിട്ട് എല്ലാ വീട്ടിലും ഈ ചകിരിയും വിറകോ കൂട്ടി കൂട്ടി വെച്ചിരിക്കുന്നു അവിടെ ഒന്നാമത് ഈ സമയത്ത് ഈ പാമ്പുകളൊക്കെ മുട്ട വിരിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയമാ ഈ പ്രസവിച്ച പാമ്പുകളെ ആ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇര പിടിക്കാൻ ഇറങ്ങും അപ്പൊ ഇതുപോലെ ബോട്ടില് എലിയോ തവളയോ ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ടേ പിന്നെ അതിന് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല അത് അവിടെ തന്നെ കിടന്ന് മാളത്തിൽ കൂട് കൂട്ടിയിരിക്കും ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് വിറകോ ചകിരിയൊക്കെ എടുക്കാൻ വേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുമ്പോഴല്ലേ കൊത്തുക എത്ര ഡേഞ്ചറാണ് എടാ മറ്റു ജീവികളെ പോലെ പാമ്പുകളെ ഈ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതോ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന പരിപാടിയില്ല പ്രസവിച്ച് തന്നെ ഒക്കെ 4 വഴിക്ക് അതിന്റെ വഴിക്ക് പോകും അപ്പൊ ഇതുപോലെ ചപ്പും വിറകൊക്കെ കണ്ടാ അത് അവിടെ കൂടിയിരിക്കും ഏട്ടൻ പറഞ്ഞത് ശരിയാ അതിപ്പോ ഞാൻ കൂട്ടിയിട്ട് തന്നെ 4-5 മാസമായി എന്തായാലും ഞാൻ ഒരു തീപ്പിടി എടുത്തിട്ട് വരാം ഇപ്പൊ തന്നെ അത് കത്തിക്കാലോ പണ്ടൊക്കെ ചെറിയ വീടും തീരെ സൗകര്യമില്ലാത്ത പക്ഷെ അവിടെയൊക്കെ മുറ്റം നല്ല വൃത്തിക്ക് മെഴുകി വെക്കില്ലേ അതുകൊണ്ട് പാമ്പൊന്നും വരില്ല ഇപ്പൊ എത്ര വലിയ വീടുണ്ടായിട്ട് കാര്യമില്ലല്ലോ എല്ലാരും അടുപ്പിച്ച് ചെടിയും വെച്ച് പടർന്ന വള്ളിയും വെക്കല്ലേ ഇന്നാൾ ആ കുഞ്ഞ് മരിച്ചെങ്ങനെയാണെന്നറിയോ ആ വള്ളി കൂടെ പാമ്പ് കയറി അകത്ത് കയറിയിട്ട് എടാ അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് ഒന്ന് നല്ല ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് അടുപ്പിച്ച് ചെടി വയ്ക്കുമ്പോഴേ അവിടെ എപ്പോഴും നനവായിരിക്കില്ലേ അതിനുള്ളിൽ കയറി പാമ്പ് കിടക്കില്ലേ അപ്പോഴല്ലേ ഈ കുഞ്ഞുങ്ങൾ നനയ്ക്കാൻ പോകുമ്പോ ആരും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മളെ വരുത്തി വയ്ക്കുന്ന തന്നെയാ ഇപ്പൊ എന്ത് കുറ്റം പറഞ്ഞ കാര്യം അത് കുഞ്ഞൂസേ ഒന്നാമത് നല്ല വേനൽക്കാലല്ലേ
അപ്പൊ വീട്ടിന്റെ എവിടെയെങ്കിലും വെള്ളം കെട്ടി നിന്നാ അത് കുടിക്കാൻ വേണ്ടി പാമ്പ് വരും. അത് ഡേഞ്ചർ അല്ലേ? ഇവിടെ വെള്ളമുണ്ടും പാമ്പിന്റെ എങ്ങനെ മനസ്സിലാകും? ഈ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് നാവിട്ട് നോക്കുന്ന എന്തിനാണെന്നറിയുമോ മിസ്സേ? അത് ഈ വെള്ളം അതിന് എവിടെയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ വീട്ടിലെ എലി ഉണ്ടെങ്കിൽ അത് മൂത്രം ഒഴിച്ചാലേ അതിന്റെ സ്മെല്ല് കിട്ടിയിട്ടാ വരുന്നത്. മനസ്സിലായോ? ഇപ്പൊ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന പറയും? പാമ്പ് നേരെ ഇവിടെ വരും. എന്നിട്ട് നേരെ താണ് ഈ പൈപ്പ് കണ്ടോ, ഇതിലൂടെ കയറി നേരെ അടുക്കളയിലേക്ക് വരും. അതുകൊണ്ടാണ് അടുക്കളയിലും വാഷ്റൂമിലൊക്കെ പാമ്പ് പെട്ടെന്ന് വരുന്നത് കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ എവിടെയും പുറത്തൊന്നും വെള്ളം കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അപ്പൊ ഫുള്ള് അടിച്ച് വൃത്തിയാക്കി കളയാം. എന്നാ പിന്നെ ഈ വഴിക്കേ പാമ്പ് വരില്ല. എന്നാലോട്ടാ ആ കുട്ടിക്ക് മര്യാദക്കുള്ള ചികിത്സ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോഴാ ആ പേടിയാവുന്നത്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഒരാൾക്ക് പാമ്പ് കടിയേറ്റാ, ഇപ്പൊ ഇൻ കേസ് കാലിലാണ് കടിച്ചതെങ്കിലേ നമ്മൾ കടിയേറ്റത് എവിടെയാണോ അവിടെ ഒരിക്കലും എന്താ ബ്ലേഡ് കൊണ്ടോ മറ്റേ ആയതുകൊണ്ടൊന്നും ഒരിക്കലും മുറിക്കരുത്. അതുപോലെ തന്നെ കയറ് വെച്ചിട്ട് ടൈറ്റായി കെട്ടരുത്. അത് ഭയങ്കര അപകടമാണ്. ഇപ്പൊ കടിച്ചത് എവിടെയാണോ അതിന്റെ ഒരടി മുകളിൽ വെച്ചിട്ട് തൽക്കാലം മുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പതുക്കെ കെട്ടുക. അതെന്തിനാ പറട്ടെ, ഈ ബ്ലഡ് സർക്കുലേഷൻ കുറവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയില്ല. എന്നിട്ട് അതിന്റെ മുകളിൽ വെച്ച് കെട്ടുക. പിന്നെ അതുപോലെ തന്നെ കാല് അനക്കാണ്ട് ഇങ്ങനെ തന്നെ വെക്കണം. കൈ ആണെങ്കിലും ഇങ്ങനെ തന്നെ വെക്കണം. ഒരിക്കലും പൊന്തിക്കരുത്. വളരെ ഡേഞ്ചറാണ്. ഇപ്പൊ അത് മാത്രമല്ല കേട്ടോ, ഈ പാമ്പ് കടിയിട്ടുള്ള കുറച്ച് നിമിഷങ്ങളെ വളരെ നിർണായകമാണ്. അതുകൊണ്ട് ആദ്യം ഈ ആന്റി വെനുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് പ്രധാനം. അല്ലാതെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ വെറുതെ സമയം നഷ്ടമാണ്. അല്ല, അപ്പൊ കടിച്ചത് ഏത് പാമ്പാണെന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പറയേണ്ടി വരില്ലേ? എന്നാലല്ലേ അവർക്ക് ആന്റിബയോട്ടിക് എടുക്കാൻ പറ്റുള്ളൂ. എടാ, എനിക്ക് ഈ അറിവൊക്കെ കിട്ടിയതേ നമ്മുടെ സുരേഷ് ഏട്ടൻ, വാവാ സുരേഷ് ഏട്ടന്റെ വീഡിയോ കണ്ടിട്ടാ. മൂപ്പര് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. മൂപ്പര് പറയുന്നതിനനുസരിച്ചിട്ടേ ഓരോ പാമ്പിനും ഓരോ ആന്റിവെനം ഇല്ല, എല്ലാത്തിനും ഒറ്റ ആന്റിവെനം ഉള്ളൂ. അപ്പൊ പാമ്പ് കടിച്ചു പറഞ്ഞിട്ട് അത് ഏതാണെന്ന് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രം മതി. അപ്പൊ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ജില്ലയിൽ എത്ര ഹോസ്പിറ്റലിൽ ആന്റിവെനം ഉള്ള ഹോസ്പിറ്റൽ ഉണ്ടെന്ന് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കണം. അത് ഈ സമയത്ത്. അത് മാത്രം കാര്യമില്ല കേട്ടോ, അവിടെ അത് അടിക്കാനുള്ള ഡോക്ടർ കൂടി ഉണ്ടാകും നോക്കണം. കാരണം ഈ ആന്റിവെനം അടിക്കുന്ന സമയത്ത് കാർഡിയക് അറസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനുകൂടിയുള്ള മരുന്ന് അടിക്കണം. അപ്പൊ ഡോക്ടർ മസ്റ്റ് ആയിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം അങ്ങോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആവും. അല്ലേട്ടാ, അപ്പൊ ഈ പാമ്പ് വീട്ടിലേക്ക് വരാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എടാ, നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വരാനുള്ള മെയിൻ കാരണം എന്തൊക്കെയാന്ന് പറഞ്ഞല്ലേ? ഒന്നാമത് ഫുഡ് വേസ്റ്റ് നമ്മൾ എവിടെ പ്രോപ്പർ ആയിട്ട് ഇടാത്തതുകൊണ്ട് അത് തിന്നാൻ വേണ്ടി എലി വരും. അപ്പൊ അതിന്റെ സ്മെല്ല് ചെയ്തിട്ട് ഈ പാമ്പ് അങ്ങോട്ട് വരും, അല്ലെങ്കിൽ തവള പിടിക്കാൻ വരും. പിന്നെ ഇപ്പൊ നല്ല ചൂടായതുകൊണ്ട് എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ അതും കുടിക്കാൻ വേണ്ടി വരും. അപ്പൊ അതൊക്കെ ഡേഞ്ചറാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സമയത്ത് പ്രത്യേകിച്ച് ജനല് വാതിൽ ഒന്നും തുറന്നിടാതിരിക്കുക. ഇനിയിപ്പോ നമുക്കത് വരാതിരിക്കാൻ വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്യാം, കാണിച്ചുതരാം. ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ഇതിലെയാണ് പാമ്പ് വരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അതെന്താ, ഇനി നീളത്തില് വെള്ളം ഒഴിക്കുക, ഫുള്ള് വെള്ളം ഒഴിക്കുക. ഓക്കെ, ഇനി അതിന് ശേഷം ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ എടുക്കുക. എന്നിട്ട് അതിൽ സ്പ്രേ ആക്കണ്ട, ഒറ്റ ഹോൾസ് ഇടുക. എന്നിട്ട് അതിതാ അവിടെ കുപ്പിയിലാക്കിയിട്ടാ ഇങ്ങനെ ആക്കി കൊടുത്താൽ, ഈ വെള്ളത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ ആക്കി കൊടുത്തേ. ഇതിപ്പോ ശരിക്കും നേരെ കുറച്ചുകൂടി വെള്ളം നീട്ടി ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ കാണിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇങ്ങനെ കാണിച്ച് അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ പൊതുവേ ഈ പാമ്പ് എന്ന് പറയുന്നത് നാവ് പുറത്തിട്ടാണ് ഇത് സെൻസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സ്മെല്ല് പാമ്പിന് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഡേഞ്ചറാണ് പറഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ രാത്രിയിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കറണ്ട് പോകുന്നുണ്ട്. അത് രാത്രി 11 മണിക്ക് ശേഷം ആയിരിക്കും, അല്ലെങ്കിൽ 10 മണി ആ ഒരു സമയത്ത് കറണ്ട് പോകുന്നുണ്ട്. അപ്പൊ നല്ല ചൂടാണ്. അതും പറഞ്ഞാൽ ഒരിക്കലും ജനലൊന്നും തുറന്നിട്ട് കിടക്കാതിരിക്കുക, അത് മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പുറത്ത് കളിക്കുമ്പോൾ അവർ കളിക്കേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല, വെക്കേഷൻ സമയമാണ്. അപ്പൊ കളിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും നന്നായി ശ്രദ്ധിക്കുക തന്നെ വേണ്ട നമ്മുടെ കുട്ടികളെ. പൊതുവേ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും പാമ്പ് വരില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.